ഒരു സൈഡിൽ വികസനത്തിന്റെ അലയൊലികൾ ഇവിടെ കേൾക്കുമ്പോൾ മറു സൈഡിലാകട്ടെ വെടിയുണ്ടകളുടെ ശബ്ദം മാത്രമാണ് മുഴങ്ങുന്നത്. അതിർത്തിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് അത്ര സുഖകരമായ വാർത്തകളല്ല സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതും. വികസനത്തിന്റെ മഹാവിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ഭാരതാംബയുടെ മാറോട് ചേർത്തുകൊണ്ട് ജമ്മു കാശ്മീർ ജനതയാകട്ടെ സന്തോഷത്തിന്റെ ദിനങ്ങളാണ് ആഘോഷിക്കുന്നത്. എന്നാൽ പാകിസ്ഥാന്റെ ക്രൂരമായ അധിനിവേശത്തിന് കീഴിൽ പാക് അധീന കാശ്മീർ ആകട്ടെ അവിടുത്തെ ജനങ്ങൾ നരകയാതനയാണ് അനുഭവിക്കുന്നതും. അതിന്റെ നേർചിത്രമായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പ്രചരിച്ചത്. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിന്റെ ശക്തമായ രാഷ്ട്രീയ തീരുമാനങ്ങളിലൂടെ 370ാമത് ആർട്ടിക്കിളാകട്ടെ റദ്ദാക്കിയതിനു ശേഷമുള്ള ജമ്മു കാശ്മീരിന്റെ വികസന മുന്നേറ്റം ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. മുൻപ് വെറും 450 കോടി രൂപ മാത്രമായിരുന്ന വാർഷിക നിക്ഷേപം ഇന്ന് 5824 കോടി രൂപ മാത്രമായി തന്നെ കുതിച്ചുയരുന്നു. എന്നാൽ അതിലേറെ തന്നെ ദുരിതമാണ് പിഒകെയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം അതിർത്തിയെ സാക്ഷി നിർത്തിക്കൊണ്ട് 2 വലിയ സംഭവങ്ങളാണ് അരങ്ങേറിയത്. ഭാരതത്തിന്റെ അഭിവാജ്യ ഘടകമായ ജമ്മു കാശ്മീരിനെയും ലഡാക്കിനെയും ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ ജോസ്ല ടണലിന്റെ നിർണായകമായ തുരങ്കം തുറക്കൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ സാന്നിധ്യത്തിൽ ഇന്ത്യൻ എഞ്ചിനീയർമാർ ഹിമാലയത്തിന്റെ നെഞ്ചകം പിളർന്നുകൊണ്ട് ആഘോഷിക്കുമ്പോൾ അതിന് കൃത്യം 100 മീറ്റർ മാത്രം അകലെ തന്നെ പാക് അധീന കാശ്മീരിൽ പാകിസ്ഥാൻ സൈന്യം സ്വന്തം ജനതയ്ക്ക് നേരെ വെടിയുതിർക്കുന്ന ഒരു കാഴ്ചയാണ് കാണേണ്ടി വന്നത്. റവേൽകോട്ട്, മുസഫറാബാദ്, മീർപൂർ തുടങ്ങിയ നഗരങ്ങളിൽ ജനങ്ങൾ നടത്തിയ വൻ പ്രതിഷേധ മാർച്ചിന് നേരെ പാക് ഭരണകൂടം നടത്തിയ അടിച്ചമർത്തലിൽ 27-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേരെ തടവിലാക്കുകയും ഇന്റർനെറ്റ് വിച്ഛേദിക്കുകയും ചെയ്തതുകൊണ്ട് പാകിസ്ഥാൻ അവിടെ അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമായ ഭീകര അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഗോതമ്പ് വില വർധനവ്, അത് താങ്ങാനാവാത്ത വൈദ്യുതി ചാർജ്, കടുത്ത പണപ്പെരുപ്പം, പഞ്ചാബ് കേന്ദ്രീകൃതമായ ഭരണകൂടത്തിന്റെ ക്രൂരമായ അവഗണന എന്നിവയ്ക്കെതിരെ നിസ്സാരമായ അല്ലെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള ഒരു കാശ്മീരി ജനത വർഷങ്ങളായി തന്നെ നടത്തുന്ന പോരാട്ടത്തിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ ഈ ഒരു സംഘർഷം. കഴിഞ്ഞ 2 വർഷമായി തന്നെ ഭീകരമായ അടിച്ചമർത്തലുകളാണ് പാക് സൈന്യം ഇവിടെ നടത്തുന്നത്. കാശ്മീരിലെ പ്രകൃതി വിഭവങ്ങൾ മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ മറ്റ് പ്രവിശ്യകൾക്ക് നൽകുകയും തദ്ദേശീയരെ പട്ടിണിക്കിടുകയും ചെയ്യുന്ന പാക് നയത്തിന്റെ ആ ഒരു സ്വാഭാവിക പ്രതികരണമായാണ് ഇതിനെ ഭാരതം വ്യക്തമാക്കുന്നത്. പലയിടങ്ങളിലും പാക് വിരുദ്ധ മുദ്രാവാക്യങ്ങളും ഭാരതത്തോട് ചേരാനുള്ള ആഗ്രഹങ്ങളും പരസ്യമായി തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതേസമയം വിഘടനവാദികളുടെ കല്ലേറും ചോരപ്പുഴയും ഇന്ന് കാശ്മീരിന്റെ ഭൂതകാലം മാത്രമാണ്. കഴിഞ്ഞ 2000-ലധികം ദിവസങ്ങളിലായി തന്നെ കല്ലേറോ ആക്രമണങ്ങളോ ഒരു യുവാവിനെ പോലും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന മാറ്റം ഭാരതത്തിന്റെ ഒരു കടുത്ത സുരക്ഷാ നയങ്ങളുടെ വിജയം തന്നെയായി തന്നെ കണക്കാക്കപ്പെടുകയാണ്. കാശ്മീരിലെ കഫേകളും റെസ്റ്റോറന്റുകളും വിനോദസഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞു കവിയുകയുമാണ്. കഴിഞ്ഞ ആഴ്ച വലിയ രീതിയിൽ ഇത്തരത്തിൽ വലിയ സംഭവങ്ങൾ അവിടെ അത് മാറ്റിമറിക്കുന്ന രീതിയിലാണ് ഇത് അടയാളപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ കാഴ്ചക്കാരുടെ മനം കവർന്നുകൊണ്ട് മലകൾക്കിടയിലെ ആ വന്ദേ ഭാരത് ട്രെയിനുകൾ കുതിച്ചു പായുകയും ചിനാബ് റെയിൽ പോലും തന്നെ വലിയ രീതിയിൽ അത് ഭാരതത്തിന്റെ ഒരു വലിയ മികവായി തന്നെ നിലകൊള്ളുകയും ചെയ്യുകയാണ്. അതേസമയം 2020-ൽ വെറും 69 സ്റ്റാർട്ടപ്പുകൾ മാത്രമായിരുന്ന താഴ്വരയിൽ ഇന്ന് 1300-ലധികം സ്റ്റാർട്ടപ്പുകളുമായി തന്നെ യുവാക്കൾ പുതിയ ഇന്ത്യയുടെ ഭാഗമായി തന്നെ മാറുകയാണ്. അതോടൊപ്പം തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് 11,500 അടി ഉയരത്തിൽ നിർമ്മിക്കുന്ന 13 മുതൽ 15 കിലോമീറ്റർ നീളമുള്ള ജോസ്ല ടണൽ അത് പൂർത്തിയാകുന്നതോടുകൂടി തന്നെ ഏഷ്യയിൽ തന്നെ ഏറ്റവും നീളമേറിയ ഇരുവശവും ഗതാഗത തുരങ്കമായി ഇത് മാറാനും സാധ്യതയാണ്. ശീതകാലത്ത് കടുത്ത മഞ്ഞുവീഴ്ച കാരണം മാസങ്ങളോളം ഒറ്റപ്പെട്ടു പോകുന്ന ലഡാക്കിലേക്ക് ഭാരത സൈന്യത്തിന് ഏതു കാലാവസ്ഥയിലും അതിവേഗം എത്തിച്ചേരാൻ ഈ ഒരു വഴി സഹായകരമാകും. ഭാരതത്തിന്റെ ഈ ഒരു അസാധ്യ വികസന മുന്നേറ്റം കാശ്മീരിലെ സമാധാന അന്തരീക്ഷവുമാണ് പാക് ഭരണകൂടത്തെ ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിർത്തിയിൽ ഭീകരരെ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ അവർ ഇപ്പോഴും ശ്രമിക്കുന്നത്. ജമ്മു കാശ്മീരിന്റെ കേന്ദ്രഭരണ പദവി അത് അവിടെ താൽക്കാലികം മാത്രമാണ് എന്നും ഉചിതമായ സമയത്ത് സംസ്ഥാന പദവി തിരികെ നൽകുമെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ വ്യക്തമാക്കിയതുമാണ്. ഭാരതത്തിന്റെ പരമാധികാരത്തിന് കീഴിൽ ജമ്മു കാശ്മീരും ലഡാക്കും ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനും സുരക്ഷിതമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് അതിർത്തിയിലെ ഈ 2 ചിത്രങ്ങൾ എന്നതാണ് മറ്റൊരു വ്യത്യസ്തരമായ ഒരു കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.